ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹയും ധനുഷും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് അർച്ചനയ്ക്കുള്ള എതിർപ്പ് മനസ്സിലാക്കിയ സ്നേഹ അർച്ചനയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും ഞാൻ മറ്റാർക്കും നൽകിയിട്ടില്ല എന്നും എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും എന്ത് തീരുമാനമെടുക്കണമെന്നും ചെയ്യുവാനുള്ള പക്വത എനിക്കായെന്നും പറഞ്ഞ് സ്നേഹ അർച്ചനയുടെ നേരെ ദേഷ്യപ്പെടുന്നു. അതുകൊണ്ട് എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ഉപദേശിക്കാനോ എന്നെ നേർവഴി നടത്താനോ ആരും ശ്രമിക്കേണ്ടതില്ല. അത് ഇനി ഏത് ഏടത്തിയാണെങ്കിലും ശരി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ എന്നെ ഉപദേശിക്കാൻ ആരും ഇനി എന്റെ പിന്നാലെ വരികയും വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ. എന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും ഇവിടെ മറ്റുള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇനി ഏത് ഏടത്തിയാണെങ്കിലും ശരി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചനയെ നോക്കി സ്നേഹ സംസാരിക്കുന്നത് കേട്ട് എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് അർച്ചന തന്റെ കൈ ഉയർത്തുമ്പോ ആ കൈ തടഞ്ഞുകൊണ്ട് സ്നേഹ പറഞ്ഞു, അതെ, നിങ്ങൾക്ക് ദേഷ്യം തോന്നുമ്പോഴൊക്കെ തല്ലാനായിട്ടുള്ളതല്ല ഇവിടെയുള്ള മറ്റുള്ളവരെ എല്ലാവരും. അതുകൊണ്ട് ഇനി നിങ്ങൾക്കിങ്ങനെ ദേഷ്യം വരുമ്പോൾ തല്ലണമെന്ന് തോന്നുകയാണെങ്കിൽ സ്വന്തം അനുജത്തിയുണ്ടല്ലോ, അവളെ പോയി അങ്ങ് തല്ലിയാൽ മതി എന്ന് അർച്ചനയോട് സ്നേഹ പറയുന്നു. പിന്നെ എനിക്ക് അമ്മയില്ല എന്ന് വെച്ച് അമ്മയാകാൻ ഇവിടെ ഒരേട്ടത്തെയും ശ്രമിക്കേണ്ടതില്ല. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നും എനിക്കറിയാം. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് സ്നേഹ അർച്ചനയുടെ മനസ്സ് കുത്തി നോവിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് അവിടെ നിന്ന് അർച്ചന ഇറങ്ങിപ്പോകുമ്പോ ഏട്ടത്തിയോടും തന്നോടുമുള്ള സ്നേഹയുടെ സംസാരവും അർച്ചനയുടെയും മീരയുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള അർച്ചനയുടെ സ്നേഹയുടെ പെരുമാറ്റവും എല്ലാം കണ്ട് ആകെ തകർന്ന മനസ്സുമായി അർച്ചന അവിടെ നിന്നും. സ്നേഹ ദേഷ്യത്തോടെ വേഗം താഴേക്ക് ഇറങ്ങി വന്ന് ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നിരുന്നു. അവിടെ ചേറ് വലിച്ചിട്ട് അവിടെ വലിയ ഗർവോടെ സ്നേഹ വന്നിരിക്കുന്നത് കണ്ട് നന്ദൻ ശ്രദ്ധിച്ചു. നന്ദനും സേതുമാധവനും എന്തു പറ്റിയിടി, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നന്ദനും സേതുമാധവനും സ്നേഹയോട് ചോദിച്ചു. അത് കേട്ട നന്ദൻ പറഞ്ഞു, അച്ഛാ, ഇവളെ അർച്ചന എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി കാണും, അതായിരിക്കും മുഖം ഇത്രയും വീർത്ത് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു. അപ്പോഴാണ് പിന്നാലെ മീരയും അർച്ചനയും കൂടി താഴേക്ക് ഇറങ്ങിയെത്തിയത്. സ്നേഹയുടെ മുന്നിലേക്ക് പ്ലേറ്റ് എടുത്തു വെച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കാനായി അർച്ചന ഒരുങ്ങുമ്പോ സ്നേഹ അർച്ചനയോട് പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ വിളമ്പിക്കോളാം. അത് കേട്ട നന്ദൻ പറഞ്ഞു, നീ തന്നെ വിളമ്പണം. നീ തന്നെ വിളമ്പി കഴിക്കണമെന്ന് മാത്രമല്ല, ഇനി മുതൽ നീ കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കാനും പഠിക്കണം. അതെ, ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഭർത്താവിന്റെ മനസ്സിനിണങ്ങിയ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യമാർക്ക് ആ ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴിയും തെളിയും എന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ മനസ്സിലേക്കുള്ള വഴി രുചികരമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് ആണ് എല്ലാവരും പറയുന്നത്. പിന്നെ അത് നീയും ഇനി പഠിച്ചോണം. ഇനി വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത് ചെയ്യാനുള്ളതാണ്. അതെ, ഇനിയും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ അർച്ചന എന്തിനും കൂടെ വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ എന്ന നന്ദന്റെ മറുപടി കേട്ട് അർച്ചനയെ ഒന്ന് നോക്കുകയാണ് സ്നേഹ. ആ സമയത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ധനുഷ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് നന്ദൻ പറഞ്ഞത് കേട്ട് ധനുഷിന്റെ മനസ്സിൽ ഇപ്പൊ മറ്റൊന്നായതുകൊണ്ടും ഇനിയുള്ള ജീവിതകാലം നെല്ലിശ്ശേരിയിൽ ജീവിക്കാമെന്ന് മോഹത്തോടെ നിൽക്കുന്ന ധനുഷ് പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് സ്നേഹയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ധനുഷ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വിൽക്കുന്നു. ധനുഷ് ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വേഗം തന്നെ സ്നേഹ അവിടുന്ന് ജഗിലെ വെള്ളം എടുത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് ഉടനെ തന്നെ ധനുഷിന് ഗ്ലാസ്സിലെ വെള്ളം എടുത്തു കൊടുത്തു. ഈ കാഴ്ച കണ്ടിരുന്ന അർച്ചനയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടാതെ മീരയുടെ അരികിലേക്ക് പോകുമ്പോൾ ധനുഷ് വളരെ സന്തോഷത്തോടെ വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിരുന്ന അവന്തികയ്ക്ക് ധനുഷിന്റെ മേലുള്ള സ്നേഹയുടെ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെയുള്ള പെരുമാറ്റം ഇഷ്ടപ്പെടാതെ അവന്തികയ്ക്ക് പ്രതികരിക്കാനുമാകാതെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. പിന്നീട് മീരയെടുത്തി പോകാനായി തന്റെ ബാഗെല്ലാം പായ്ക്ക് ചെയ്യുമ്പോൾ അരികിലേക്കെത്തിയ അർച്ചന മീരയെടുത്തിയുടെ വിവരങ്ങൾ ചോദിക്കുന്നു. ഏട്ടത്തി ഇത്ര വേഗം വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഏട്ടത്തിയുടെ മറുപടി, അവിടെ ആതിരയ്ക്ക് ഇനി ഞാൻ കൂടി വേണമല്ലോ ഒരു സഹായത്തിന്. അത് മാത്രമല്ല, കുറച്ചു ദിവസം ഞാൻ വൃന്ദാവനത്തിൽ പോയി നിൽക്കട്ടെ. അവിടെ ആവണി മോൾക്കാണെങ്കിൽ ഞാൻ ഇല്ലാതെ പറ്റാത്തതുപോലായി. അവൾക്ക് എന്നെ കാണണമെന്ന് വല്ലാത്ത മോഹം. കുറച്ചു ദിവസം ഞാൻ അവളുടെ കൂടെ പോയി നിൽക്കട്ടെ എന്ന് മീരയെടുത്തി പറഞ്ഞത് കേട്ട് അർച്ചന ചോദിച്ചു, ഏട്ടത്തി ഇപ്പോ സ്നേഹ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ ഏട്ടത്തി പോകാൻ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോ മീര പറഞ്ഞു, അല്ലടി മോളെ, അങ്ങനെയൊന്നും ഇല്ല. സ്നേഹ എന്നോട് പറഞ്ഞൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. അവളുടെ പക്വതയില്ലാത്ത പ്രായം കൊണ്ട് അവൾ പറഞ്ഞതല്ലേ ഇതെല്ലാം. അത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് മീര പറഞ്ഞു.
പിന്നെ അതൊക്കെ എടുത്ത് തലയിട്ടുകൊണ്ട് നടക്കുന്നതിനേക്കാളേറെ മറ്റ് 100 കൂട്ടം പ്രശ്നങ്ങൾ വേറെയില്ലേ? പിന്നെ എന്തിനാ ഞാനതെല്ലാം ആലോചിക്കുന്നത് എന്ന് ചോദിച്ച് മീരടുത്തി അതൊക്കെ നിസ്സാരമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഏട്ടത്തി ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. സത്യത്തിൽ വൃന്ദാവനത്തിൽ ആദ്യയുടെ കാര്യം നോക്കാൻ അവിടെ 3-4 പേരുണ്ട്. എന്നാൽ ഇവിടെ എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയല്ലല്ലോ ഏട്ടത്തി. സത്യത്തിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ ഞാനിപ്പോൾ തനിച്ചാണ്. ഇവിടെ ഏട്ടത്തി എനിക്കൊപ്പമുള്ളത് എനിക്കൊരു സഹായമാണ് എന്ന് പറയുമ്പോൾ മീര അർച്ചനയോട് പറഞ്ഞു, അനുപേട്ടൻ ഇപ്പോൾ വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകാനെന്ന് പറഞ്ഞ് മീരടുത്തി അങ്ങ് നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഇനി എന്തായാലും ഏട്ടത്തിയുടെ തീരുമാനം പോലെ തന്നെ ഏട്ടത്തി എടുത്തോളൂ. എനിക്കിവിടെ ഏട്ടത്തി ഉള്ളത് എനിക്ക് വലിയൊരു സഹായമാണെന്ന് പറഞ്ഞുള്ള അർച്ചനയുടെ വാക്കുകൾ കേട്ട് അർച്ചന തന്നോട് ഇവിടെ നിന്ന് പോകരുത് ഒരു അർത്ഥത്തിൽ തന്നോട് ആവശ്യപ്പെട്ടതുപോലെ മീരടുത്തിക്ക് മനസ്സിലായി. അർച്ചനയുടെ ആ സംസാരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ മീരടുത്തിയും അവസാനം വേദനയോടെ തന്റെ അർച്ചനയ്ക്ക് കൂട്ടായി അച്ചുവിന് കൂട്ടായി അവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴാണ് അനൂപ് മീരയെ കൂട്ടിക്കൊണ്ടു പോകാനായി നെല്ലിശ്ശേരിയിലേക്ക് എത്തിയത്. പുറത്തു നിന്ന് അനൂപ് മീരടുത്തി വരുന്നത് കാത്തിരിക്കുമ്പോൾ മീര അരികിലേക്ക് ചെന്നതും അനൂപ് ചോദിച്ചു, അല്ല നീ എന്താ ബാഗൊന്നും എടുക്കാതെ വന്നത്? അത് കേട്ട മീര പറഞ്ഞു, അല്ല അനുപേട്ട, ഞാൻ അനുപേട്ടനോട് വരാൻ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് ആവണിമോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനാ അനുപേട്ടൻ വരുമ്പോ മോളെയും കൂട്ടിക്കൊണ്ട് വരുമെന്നാ കരുതിയത്. അതെന്താ അനുപേട്ടൻ കൂട്ടിക്കൊണ്ട് വരാതിരുന്നത് എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, അത് പിന്നെ മീരെ, നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോളെ കൊണ്ടുവരണമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ മോളെ കൊണ്ടുവരുമായിരുന്നല്ലോ. എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അനൂപ് വേഗം വണ്ടി എടുക്കാൻ ഒരുങ്ങുമ്പോ മീരടുത്ത് ചോദിച്ചു, അല്ല എന്താ അനുപേട്ട അകത്തേക്ക് കയറുന്നില്ലേ? ഇനിയിപ്പോ അകത്തേക്ക് കയറുന്നില്ല. അകത്തേക്ക് കയറിയാലേ കുറെ നേരം അവിടെ ഇരിക്കേണ്ടി വരും, സമയം പോവും. അതുകൊണ്ട് ഞാൻ വേഗം പോവാ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അനുപേട്ടൻ വേഗം വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. മീര അനുപേട്ടനെ പറഞ്ഞ് അയച്ചതിന് ശേഷം ആകെ വിഷമത്തോടെ തിരികെ നെല്ലിശ്ശേരിയിലേക്ക് ചെന്നു. പിന്നീട് ജോലികളൊക്കെ തീർത്ത് റൂമിലേക്ക് എത്തിയ അർച്ചന ആകെ ദേഷ്യത്തോടെ വന്നിരിക്കുന്നത് കണ്ട് സച്ചി അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താടോ ഈയിടെയായിട്ട് തനിക്ക് ആകെ ദേഷ്യമാണല്ലോ? അത് കേട്ട അർച്ചന പറഞ്ഞു, അത് പിന്നെ ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്താ ഇങ്ങനെയെന്നറിയില്ലല്ലോ. ഓരോ ദിവസം ഇവിടെയുള്ളവരുടെയൊക്കെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അത് കേട്ട സച്ചി അർച്ചനയുടെ അരികിൽ ചെന്നിരുന്ന് പറഞ്ഞു, എടോ എനിക്ക് താൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, താൻ കാര്യം പറ എന്ന് പറഞ്ഞപ്പോ സച്ചിയേട്ടൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പൊ ഇവിടെ നടക്കുന്ന കണ്ടില്ലേ, ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ ഒരു വിധത്തിൽ തീർത്തുകൊണ്ട് വരുമ്പോൾ ഇവിടെയുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് അർച്ചന വിഷമത്തോടെ പറഞ്ഞതും സച്ചി പറഞ്ഞു, എടോ താൻ ഒരു കാര്യം മനസ്സിലാക്കുക, താൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്നേഹയുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ ഉള്ളൂ, വിവാഹം നടന്നിട്ടൊന്നുമില്ലല്ലോ. താൻ സമാധാനപ്പെട്. എന്തായാലും സ്നേഹയുടെ വിവാഹത്തിന് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ സ്നേഹയുടെ ആങ്ങളമാരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ അക്കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എന്റെ കയ്യിൽ വ്യക്തമായ ഒരു തെളിവ് വേണം, വ്യക്തമായ കാരണം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാരണം കണ്ടെത്തിയാൽ മാത്രമേ എനിക്കിത് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. എടോ താൻ സമാധാനപ്പെട്ടിരിക്കടോ, താൻ എനിക്ക് അല്പം സമയം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ഏതെങ്കിലും വിവാഹം നമ്മൾ മുടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുടക്കുക തന്നെ ചെയ്തിട്ടുണ്ടല്ലോടോ. അതുകൊണ്ട് ഈ വിവാഹവും നടക്കില്ല, ഇതും നമ്മൾ മുടക്കും. താൻ സമാധാനപ്പെടോ, ഞാനില്ലേ തന്റെ കൂടെ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനെ ആശ്വസിപ്പിക്കുമ്പോൾ സച്ചി തന്റെ ഒപ്പം നിൽക്കുന്നതിന്റെ സച്ചിയേട്ടൻ തനിക്കൊപ്പം എപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസവാക്കുകളും അത് അർച്ചനയുടെ മനസ്സിനെ ധൈര്യം പകർന്നു. അർച്ചന ആ ആശ്വാസത്തിൽ പുഞ്ചിരിയോടിരിക്കുകയും സ്നേഹയുടെ വിവാഹം എങ്ങനെയാണ് മുടക്കേണ്ടത്, ധനുഷിനെതിരായുള്ള എന്ത് തെളിവ് കണ്ടെത്തുമെന്ന് അർച്ചന ആലോചിച്ചു. വൃന്ദാവനത്തിലും ഇതേ പ്രശ്നം തന്നെ പുകയുന്നു. ദയാനന്ദ മാഷും കമലെടുത്തിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അനൂപും ഒപ്പം ചേരുമ്പോൾ കമലെടുത്തി ചോദിച്ചു, അല്ല ഈ സേതുവേട്ടൻ എന്താ ഇങ്ങനെ? എവിടുന്നോ വന്ന ഒരുത്തിനെ വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നു, അവന് കമ്പനിയിൽ ജോലിയും കൊടുത്തു, ഇപ്പതാ അവന് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. ഇതെന്താ ഇങ്ങനെയൊക്കെ? സേതുവേട്ടൻ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്ത് നിൽക്കുമ്പോൾ വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് കമലെടുത്തി പറയുന്നു. അത് കേട്ട ദയാനന്ദ മാഷ് പറഞ്ഞു, ഇത്രയും വലിയ ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കിയെടുത്ത ആളാണ് സേതു. അങ്ങനെയുള്ള സേതുവിന് എങ്ങനെ ചെയ്യണമെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് സ്വന്തം മകളുടെ ജീവിതം, അവനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെ സേതു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു തോന്നുന്നുണ്ടോ? എന്തായാലും എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന അനൂപ് ദയാനന്ദ മാഷിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അച്ഛ അതങ്ങനെയല്ല. ഈ ധനുഷ് എന്ന് പറഞ്ഞ ആള് ഓഫീസിൽ വന്ന നാൾ മുതൽ എന്തോ എനിക്ക് അയാളെ കുറിച്ച് അത്ര നല്ലൊരു തീരുമാനമില്ല, അയാളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം കണ്ടെത്താൻ കഴിയുന്നില്ല അച്ഛാ, എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ എന്ന് അനൂപ് പറഞ്ഞപ്പോ ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ എന്തായാലും തൽക്കാലം ഇക്കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവിടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവരുടെ കുടുംബക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് സേതുവിന്റെ 3 ആൺമക്കളുണ്ടല്ലോ, സ്നേഹയ്ക്ക് 3 ആങ്ങളമാരുണ്ട്. അവര് അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തട്ടെ. അല്ലാതെ നമ്മളായിട്ട് ഈ ഒരു പ്രശ്നത്തിൽ തൽക്കാലം കൊണ്ടുപോയി തലയിടേണ്ട ആവശ്യമില്ല എന്ന് ദയാനന്ദ മാഷ് അനൂപിനോടും ഒപ്പം
കമലേടത്തിയോടും പറയുന്നു. അതിനുശേഷം ദയാനന്ദ മാഷ് റൂമിലേക്ക് പോകുമ്പോൾ കമലേടത്തി ഇതിനെക്കുറിച്ച് ആലോചിച്ച് എന്തൊക്കെയാണോ നടക്കുന്നത് എന്ന് പറഞ്ഞ് കമലേടത്തിയും മടങ്ങി. അപ്പോഴാണ് നെല്ലിശ്ശേരിയിലുണ്ടായിരുന്ന അർച്ചന തന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേഗം കോള് വന്നെടുത്തു. അപ്പോഴാണ് അനൂപേട്ടൻ കോള് വിളിക്കുന്ന ഫോൺ ചെയ്തതെന്ന് മനസ്സിലാക്കിയതോടെ അനൂപേട്ട എന്ന് വിളിച്ച് സംസാരിച്ചു തുടങ്ങുന്ന അർച്ചനയോട് അനൂപ് പറഞ്ഞു, മോളെ ഞാൻ ഇപ്പോഴാണ് ഫോൺ കണ്ടത്, ഞാൻ അത്യാവശ്യം തിരക്കിലായിപ്പോയി, മോളെ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴും കിച്ചണിലേക്ക് സ്നേഹ എത്തിയത്. അർച്ചന ആരോട് സംസാരിക്കുന്നത് കണ്ടതോടെ സ്നേഹ വേഗം പതുക്കെ അവിടെ മറഞ്ഞിരുന്നു. എന്താ സംസാരിക്കുന്നത് കേൾക്കാനായി സ്നേഹ കാതോർത്തു. ഉടനെ അർച്ചന പറഞ്ഞു, അതെ അനൂപേട്ടന്റെ ഒരു സഹായം എനിക്ക് വേണം. അതെ, ആ ധനുഷ് സ്നേഹയെ വിവാഹം ആലോചിച്ച ധനുഷ് ഉണ്ടല്ലോ, അയാളുടെ ആ മേൽവിലാസം എനിക്കൊന്ന് അയച്ചു തരണം. അയാളെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ശരി മോളെ, അത്രേ ഉള്ളൂ, ഞാൻ ഇപ്പൊ തന്നെ മോൾക്ക് സെൻഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അനൂപ് ഫോൺ വയ്ക്കുന്നു. ശരി അനൂപേട്ട എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ എടുത്തോടെ വെച്ചിട്ട് പോകുമ്പോൾ സ്നേഹ അർച്ചനയും അനൂപും സംസാരിച്ചത് കേട്ട് എന്തോ ആ സ്നേഹയ്ക്ക് മനസ്സിലായതുപോലെ തലകുലുക്കിക്കൊണ്ട് സ്നേഹ വേഗം അവിടെ നിന്ന് മടങ്ങുന്നു. ഇതേസമയം നന്ദന്റെ അരികിലേക്ക് അനഘയെത്തി. ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദൻ അരികിലേക്ക് എത്തി അനഘ ചോദിച്ചു, നന്ദേട്ടാ ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചതും വരൂ അനഘെ, എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് നന്ദൻ അന്വേഷിച്ചു. അനഘ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അത് പിന്നെ നന്ദേട്ടാ, ഞാനിപ്പോ ഇത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഇത് പറയാതിരിക്കാനും പറ്റുന്നില്ല, അതുകൊണ്ടാ ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് സ്നേഹയെക്കുറിച്ചാണ് എന്ന് അനഘ അറിയിച്ചു. സ്നേഹയെക്കുറിച്ചോ, എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു, നന്ദേട്ടാ ആ ധനുഷുമായിട്ടുള്ള സ്നേഹയുടെ വിവാഹം അത് നടക്കാൻ പാടില്ല. അത് കേട്ടതും നന്ദൻ ചോദിച്ചു, അത് ശരി, അപ്പോൾ നിനക്കും ഇതേ അഭിപ്രായം തന്നെയാണോ? അർച്ചനയും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. അർച്ചന പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. അർച്ചനയ്ക്ക് അയാളെ ഇഷ്ടമല്ല. പക്ഷേ നിനക്ക് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? അനഘെ, നീ ഇങ്ങനൊരു വിവാഹം നടത്താൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താ? നിന്റെ ചേച്ചി ഇനി അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു വിട്ടതാണോ? നിന്റെ ചേച്ചി എന്റെ മുന്നിൽ മറ്റൊരു രീതിയിൽ അഭിനയിച്ചു, അവസാനം നിന്റെ ചേച്ചി നിന്നെ തന്നെ ഇവിടേക്ക് പറഞ്ഞയക്കുന്നു, അതാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു, എന്തേട്ടാ ഞാൻ പറഞ്ഞത് കാര്യമായിട്ടാണ്, അല്ലാതെ ചേച്ചി പറഞ്ഞിട്ടോ മറ്റാരും പറഞ്ഞിട്ടോ അല്ല. അയാളുമായിട്ടുള്ള സ്നേഹയുടെ വിവാഹം ഈ കുടുംബത്ത് എന്നെ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് സ്നേഹ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഈ വിവാഹം നടത്തരുത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, ദേ അനഘെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ ചേച്ചിയും കൂടി ഈ കുടുംബത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെ നിന്നോട് പറയേണ്ടതില്ലല്ലോ. ഒരു കാര്യം നിന്നോട് പറയാം സ്നേഹേ, അനഘെ, ഇനിയും നീ ഈ വിവാഹം മുടക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതിയായിട്ട് വന്നാലുണ്ടല്ലോ, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നീ ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കാനാണോ ഒരുങ്ങുന്നതെങ്കിൽ സ്നേഹയ്ക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടാൻ പോകുന്നത് നീയായിട്ട് അത് വേണ്ടത് ഇല്ലാതാക്കാനാ ശ്രമിക്കുന്നതെങ്കിൽ അനഘെ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇനി എന്റെ പ്രതികരണം എന്ന് പറഞ്ഞപ്പോ അനഘ നന്ദനോട് പറഞ്ഞു, നന്ദേട്ടാ ഞാനിത് പറഞ്ഞത് അവളുടെ ജീവിതം തകർന്നു പോകരുതെന്ന് കരുതി മാത്രമാണ് എന്ന് പറഞ്ഞു അനഘ നന്ദനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, അനഘെ, നീ ഇപ്പൊ പറഞ്ഞല്ലോ നിന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് സ്നേഹയെന്ന്, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നീ ഇനിയെങ്കിലും സ്നേഹയെ പോലെ നല്ല പെൺകുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഇനിയും ഇതുപോലെയുള്ള ഉടായ്പകളൊന്നും കാണിക്കാതെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നിനക്കും ചേർന്ന നല്ലൊരു വിവാഹാലോചന ഞങ്ങൾ കൊണ്ടുവരികയും വിവാഹം നടത്തി തരികയും ചെയ്യും. അതല്ല ഇതുപോലെ ഇനി ഇങ്ങനെ നടക്കാനാണെങ്കിൽ നിനക്ക് ഇപ്പൊ ഇതൂടെ കൂട്ടി ഞാൻ പറഞ്ഞു വരുന്നത് 1816 തവണയാണ് ഞാൻ നിന്നോടിപ്പോ നീ നന്നാകുന്ന കാര്യം പറയുന്നത്. ഇനിയും എന്നെ കൊണ്ട് വെറുതെ ഇങ്ങനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നന്ദൻ അങ്ങനെ സംസാരിച്ചു വെക്കുമ്പോൾ അവിടേക്ക് അവന്തിക എത്തി. അവന്തിക റൂമിന്റെ വാതിക്കലേക്ക് എത്തിയപ്പോൾ അനഘ നന്ദനുമായി സംസാരിച്ചു നിൽക്കുന്ന കണ്ടതോടെ അനഘ വളരെ രൂക്ഷമായി നോക്കുമ്പോൾ നന്ദൻ അവന്തികയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, നിന്റെ അനുജത്തി അനഘ തന്നെയാ ഈ നിൽക്കുന്നത്. അത് കേട്ട അവന്തിക അകത്തേക്ക് കയറി ചെന്നതും നന്ദൻ ചോദിച്ചു, അല്ല, നീ പറഞ്ഞയച്ചതായിരിക്കും നിന്റെ അനുജത്തി, ഇപ്പോ ഇവിടെ ഒരു നാടകം കഴിഞ്ഞതേ ഉള്ളൂ. നീ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു നാടകം എളുപ്പവിടെ നടത്തിയെങ്കിൽ ആ നാടകം പൊളിഞ്ഞു. ഇനി നീ അറിഞ്ഞിട്ടല്ല എങ്കിൽ സ്നേഹയുടെ വിവാഹം ധനുഷുമായി നടത്തരുതെന്നാണ് ഇപ്പൊ ഇവളുടെ ആവശ്യം. എന്താ, ഇത് നീ പറഞ്ഞിട്ടാണോ അവൾ ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് കേട്ട അവന്തിക പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞ കാര്യമല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്ന് അവന്തിക അനഘയെ നോക്കി നന്ദനോട് അറിയിച്ചു. നന്ദൻ അത് കേട്ടതും ചോദിച്ചു, അപ്പോ നീ പറഞ്ഞു വരുന്നത് സ്നേഹയും ധനുഷുമായിട്ടുള്ള വിവാഹം നടക്കുന്ന നിനക്ക് യാതൊരു എതിർപ്പുമില്ല എന്നാണല്ലേ? അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവന്തിക നിൽക്കുമ്പോ അവന്തിക നന്ദനോട് ചോദിച്ചു, നന്ദേട്ടാ അച്ഛൻ കഴിഞ്ഞിട്ട് നന്ദേട്ടനോട് ഇക്കാര്യം പറഞ്ഞത് ഞാനല്ലേ? ഞാൻ ഈ വിവാഹം നടക്കരുതെന്ന് ഞാൻ പറയുവോ? സ്നേഹയും ധനുഷുമായി വിവാഹം കഴിച്ച് ഒരു നല്ലൊരു ജീവിതം സുഖമായി അവർ ജീവിക്കുന്നത് കാണാനല്ലേ ഞാനും കാത്തിരിക്കുന്നത് എന്ന് അവന്തിക നന്ദനോട് പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, ഓ അത് ശരി, അപ്പോ നിനക്ക് ഈ ഒരു തീരുമാനത്തിൽ ഈ
ഇവളോട് ഈ തീരുമാനത്തിൽ അപ്പൊ നിനക്ക് പങ്കില്ല, നീ കൈ കടത്തിയിട്ടില്ല. അപ്പൊ അത് ശരി. അപ്പോ നീ അറിയാതെയാണ് ഇവളിപ്പോ ഇങ്ങനെയെല്ലാം പറഞ്ഞതെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവന്തികെ, നിന്റെ ശിക്ഷണമില്ലാതെ, നിന്റെ പോലും നിർദ്ദേശമില്ലാതെ ഇവൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. അത്ര നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് നന്ദൻ നേരം അനഘയുടെ നേരെ തിരിഞ്ഞു. അനഘ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയും നീ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രവൃത്തികളുമായിട്ടാണ് എൻ്റെ മുന്നിൽ വരുന്നതെങ്കിൽ ഇനി എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല അനഘേ. അന്ന് എൻ്റെ പ്രതികരണം കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് നീ അന്ന് മനസ്സിലാക്കാൻ പോകുന്നേ. അന്നത്തെ എൻ്റെ പ്രതികരണം ചിലപ്പോൾ നിനക്കന്ന് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് നന്ദൻ അനഘയുടെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നന്ദൻ പോയതിനു ശേഷം അനഘ നേരെ അവന്തിയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞിന്റെ അച്ഛനെ നിങ്ങൾ മറ്റൊരു പെണ്ണിന് കൊടുക്കാൻ ഒരുങ്ങുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക വേഗം അവിടുന്ന് പോകുന്ന അനഘയുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, അതെ, നിന്റെ ചേച്ചിയായ അവന്തികയെ മാത്രമേ നിനക്കറിയൂ, എന്നാൽ അവന്തിക എന്ന സ്ത്രീയെ നിനക്കറിയില്ല എന്ന അവന്തികയുടെ വാക്കുകൾ കേട്ട് അനഘ അവന്തികയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, ഇതിൽ കൂടുതൽ അവന്തിക എന്ന സ്ത്രീയെ ഇനി എന്ത് മനസ്സിലാക്കാനാണ്? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, അത് എനിക്ക് തന്നെ നാണക്കേടാണ് എന്ന് പറഞ്ഞ് അനഘ ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവന്തിക അനഘ തന്നിൽ നിന്ന് അകന്നു തുടങ്ങിയനും അനഘ ഇനിയും ഇതുപോലെ മറ്റാരോടെങ്കിലും ഇക്കാര്യം പറയുമോ എന്നുള്ള ആശങ്ക അവന്തികയുടെ മനസ്സിനെ അലട്ടുന്നു.